ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഓണം സ്പെഷ്യലായി ഒരു കുഞ്ഞുടുപ്പിൽ ലോട്ടസ് പെയിൻറ് ചെയ്യുന്ന വീഡിയോ ആണ് കാണിച്ചു തരുന്നത്. വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന DIY ഐഡിയ ആണ്. നിങ്ങൾക്കും ട്രൈ ചെയ്ത് നിങ്ങളുടെ ഓണത്തിനുള്ള ഡ്രസ്സ് സ്പെഷ്യലാക്കാം. കുഞ്ഞുടുപ്പ് തയ്ക്കുന്നതിനായി ഞാനിവിടെ ഒരു പഴയ സെറ്റ് സാരിയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ പിൻട്രസ്റ്റിൽ നിന്ന് ഫോട്ടോ ഡൗൺലോഡ് ചെയ്തെടുത്തു. ആ ഫോട്ടോ ഞാൻ A4 ഷീറ്റിലേക്ക് വരച്ചെടുത്തു. സെറ്റ് സാരിയിൽ അളവുകളെല്ലാം മാർക്ക് ചെയ്തതിന് ശേഷം വരച്ച് വെച്ച ഫോട്ടോ എടുത്ത് സെറ്റ് സാരിയിലേക്ക് ട്രേസ് ചെയ്തെടുത്തു. ട്രേസ് ചെയ്തെടുക്കുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അതിന് ശേഷമാണ് വീഡിയോ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചത്. ആദ്യം തന്നെ ഞാൻ ഔട്ട്ലൈനാണ് ചെയ്തു കൊടുക്കുന്നത്. ആ പിക്ചർ മുഴുവൻ ഔട്ട്ലൈനായിട്ട് ചെയ്തു കൊടുക്കുകയാണ്. ലോട്ടസിന് റോസ് കളറും ലീഫിനും തണ്ടിനുമൊക്കെ ഗ്രീൻ കളറുമാണ് ഔട്ട്ലൈനായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഫ്ലവേഴ്സിൻ്റെയും ലീവ്സിൻ്റെയും തണ്ടിൻ്റെയും ഒക്കെ ഔട്ട്ലൈൻ നല്ല ഡാർക്ക് കളറിൽ പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ലോട്ടസിൻ്റെ പെറ്റൽസാണ് കളർ ചെയ്ത് കൊടുക്കുന്നത്. അതിനായിട്ട് ഞാൻ റോസ് കളറും വൈറ്റ് കളറും മിക്സ് ചെയ്തെടുത്തു. വൈറ്റ് കുറച്ച് ഉപയോഗിച്ചുള്ളൂ, റോസ് കുറച്ചധികം എടുത്ത് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ പെറ്റൽസിൻ്റെ എഡ്ജിൽ ലൈറ്റ് പിങ്ക് കളറായിട്ടും ഉള്ളിലേക്ക് പോകുന്തോറും ഡാർക്ക് ഷെയ്ഡിലേക്കായി വരുന്ന രീതിയിലുമാണ് പെയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പെയിൻറ്റ് ചെയ്യാം. ഈ നനച്ചിട്ടൊക്കെ കുറച്ച് വെറ്റ് ചെയ്ത് നനച്ചിട്ടൊക്കെ വേണമെങ്കിലും പെയിൻറ്റ് ചെയ്തെടുക്കാം. പെറ്റൽസ് എല്ലാം പെയിൻറ്റ് ചെയ്ത് കഴിയുമ്പോഴും ആദ്യം കൊടുത്ത ആ ഔട്ട്ലൈൻ അവിടെ അങ്ങനെ കറക്റ്റായിട്ട് തന്നെ കാണുന്ന രീതിയിൽ തന്നെ പെയിൻറ്റ് ചെയ്യണം. എന്നാലാണ് ഓരോ പെറ്റൽസും വിട്ട് കാണിക്കുകയുള്ളൂ. അങ്ങനെ പെറ്റൽസ് എല്ലാം പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനി നമുക്ക് തണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കാം. തണ്ട് പെയിൻറ്റ് ചെയ്തെടുക്കുന്നതിനായിട്ട് ഞാനവിടെ മിക്സ് ചെയ്തിരിക്കുന്നത് ഗ്രീൻ കളറും യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ആ ഗ്രീനിന് ഒരു യെല്ലോ ടോൺ കൂടി ഉണ്ടാവും. തണ്ടെല്ലാം പെയിൻറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ലീഫാണ് പെയിൻറ്റ് ചെയ്യുന്നത്. ആ ലീഫിൻ്റെ എഡ്ജ് ഭാഗത്ത് ഗ്രീൻ കളർ പെയിൻറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഔട്ടർ സൈഡിൽ യെല്ലോ കളറും കൂടി പെയിൻറ്റ് ചെയ്തതിന് ശേഷം രണ്ടും കൂടി മിക്സ് ചെയ്ത് നല്ല ഭംഗിയാക്കിയെടുക്കാൻ ശ്രമിക്കുകയാണ്. ലീഫെല്ലാം കളർ ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നത് ആ കാ പോലെയുള്ള ഭാഗമാണ്. ആ കാ പോലെയുള്ള ഭാഗത്തിന് ഗ്രീൻ കളറും യെല്ലോ കളറും മിക്സ് ചെയ്തിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ആ കായുടെ ടോപ്പ് ഭാഗത്ത് ഇതളുകളെല്ലാം കൊഴിഞ്ഞു പോയതുപോലെ കാണിക്കുന്നതിന് ഹൈലൈറ്റ് ചെയ്യുന്നതിനായി മഞ്ഞ കളർ പെയിൻറ്റ് എടുത്തിട്ട് ഞാനിങ്ങനെ കുത്തു പോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നു. ഇങ്ങനെ അതിനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുമ്പോൾ ഒരു ഭംഗിയായിട്ട് കിട്ടുന്നുണ്ട്. അതിനുശേഷം ഞാൻ ആ വലിയ ലീഫ് കൂടി ഫില്ല് ചെയ്തെടുക്കുന്നു. ആദ്യം ലീഫ് ചെയ്ത പോലെ തന്നെ ഔട്ടർ എഡ്ജ് ഭാഗത്തായിട്ട് ഗ്രീൻ കളറും അതിൻ്റെ ഉള്ളിലേക്ക് വരുന്തോറും യെല്ലോ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് ഞാൻ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ലീഫിൻ്റെ ചീത്തവശം, അതായത് പുറകിലായിട്ട് കളർ ചെയ്യുന്നതും ഗ്രീൻ കളർ തന്നെയാണ്. അതിൽ ഞാൻ മിക്സ് ചെയ്യുകയോ യെല്ലോ മിക്സ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. ഗ്രീൻ കളർ തന്നെ അവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നു. അങ്ങനെ പെയിൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിനെ മുഴുവനായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സ്വീക്വൻസ് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആരി വർക്ക് ചെയ്യണമെന്നാണ് വിചാരിച്ചത്, പക്ഷേ അത് ചെയ്ത് തീർക്കാനുള്ള സമയം കിട്ടിയില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഡ്സ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സർദോസി ഉപയോഗിച്ചോ എങ്ങനെ വേണമെങ്കിലും തുന്നി പിടിപ്പിക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് ഞാൻ സ്വീക്വൻസ് ഒട്ടിച്ചു കൊടുത്ത് ഹൈലൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അങ്ങനെ ലീഫിൻ്റെ മേലെയും ഫ്ലവറിൻ്റെ മേലെയും ഒക്കെ ഞാൻ സീക്വൻസ് ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഫൈനൽ ലുക്ക് കാണിച്ചു തരാം. ഒരു ഫോട്ടോയാണ് കിട്ടിയിരിക്കുന്നത്. കുട്ടിയാണെങ്കിൽ മര്യാദയ്ക്ക് നിൽക്കുന്നൊന്നുമില്ല. അപ്പോൾ ചുമ്മാ ഒരു ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്.